നമസ്കാരം പ്രിയപ്പെട്ടവരെ, കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ ഒരു ശുഭദിനം ആദ്യം തന്നെ നേരുകയാണ്. ഇന്ന് ഞങ്ങളുടെ ചാനലിനെ സംബന്ധിച്ച്, കണ്ണൂർ വിഷനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. കാരണം നമുക്കറിയാം, കേരളത്തിൽ തന്നെ പ്രാദേശിക ചാനൽ ചരിത്രത്തിൽ തന്നെ ഒരുപാട് വ്യത്യസ്തതകൾ കൊണ്ടുവന്ന ഒരു ചാനലാണ് കണ്ണൂർ വിഷൻ ചാനൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എവിടെ യാത്ര ചെയ്തു കഴിഞ്ഞാലും കണ്ണൂർ വിഷൻ എന്ന് പറയുന്ന ചാനലിന് അതിൻ്റേതായിട്ടൊരു സ്ഥാനമുണ്ട്. ഇപ്പോൾ ചിലപ്പം കാലഘട്ടം മാറുന്നതിനനുസരിച്ച് കണ്ണൂർ വിഷനും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനെറ്റ് റേഡിയോ അടക്കം യഥാർത്ഥത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിരൽ തുമ്പിലേക്കും അതുപോലെ തന്നെ സുന്ദരമായിട്ടുള്ള പാട്ടുകളും ഒരുപാട് കാഴ്ചകളും ഒരുപാട് വിശേഷങ്ങളും എല്ലാം നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ. അങ്ങനെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കണ്ണൂർ വിഷൻ ചാനൽ 2026 എന്ന് പറയുന്ന ഈ വർഷത്തിൽ ഒരു വിദ്യാഭ്യാസ പുരസ്കാരം അവതരിപ്പിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പും അതോടൊപ്പം തന്നെ കണ്ണൂർ വിഷൻ ചാനലും ചേർന്നിട്ടാണ് ഈ ഒരു വിദ്യാഭ്യാസ പുരസ്കാരം 2026 എന്ന് പറയുന്ന ഈ ഒരു പുരസ്കാരം നൽകുന്നത്. അതായത് 2026 ഈ കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ SSLC +2 മേഖലയിലൊക്കെ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം, ഉന്നത വിജയം നേടിയ പ്രിയപ്പെട്ട കുട്ടികൾക്കാണ് ഈ അവാർഡുകളൊക്കെ നൽകുന്നത്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. കലാമേഖലയിലും രാഷ്ട്രീയ മേഖലയിലും സാമൂഹിക സാംസ്കാരിക മേഖലയിലൊക്കെ പേരുകെട്ടുന്ന അനവധി ആൾക്കാരാണ് ഇനി ഒരു ആഘോഷത്തിൽ പങ്കുചേരാൻ വരുന്നത്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ വിഷൻ്റെ സ്വാധീനമുള്ള പല ഏരിയയിൽ നിന്നും നിരവധി വിദ്യാലയങ്ങളുള്ള വിദ്യാർത്ഥിനികളാണ് ഇന്ന് വിദ്യാഭ്യാസ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള ഒരു തിരക്ക് തീർച്ചയായിട്ടും ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ വരുന്ന കുരുന്നുകൾക്ക് കുറച്ച് സമ്മാനങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ട്, അവർക്ക് ഫാമിലീസിനും അതൊക്കെ കുറച്ച് സമ്മാനങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങളുടെ ടീം ഇവിടെ പുറത്തിറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, വേൾഡ് കപ്പിൻ്റെ ആവേശം, അമേരിക്കയിൽ വേൾഡ് കപ്പിൻ്റെ ആവേശം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രൗഢി അല്ലെങ്കിൽ ഫലം ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. പ്രിയപ്പെട്ട ടീമുകളും പ്രിയപ്പെട്ട താരങ്ങളൊക്കെ വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു മത്സരം. നമുക്കറിയാം, ഇങ്ങനെ ഒരു ആഘോഷം വരുന്ന സമയത്ത് ഗോളടിയാണ്. ഓരോ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ഭൂഗോളമാണ്. അതിൻ്റെ പിറകെയുള്ള ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് ഓരോ രാജ്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോളടിച്ച് സമ്മാനം നേടുവാനുള്ള ഒരു അവസരമാണ് കണ്ണൂർ വിഷൻ ചാനൽ ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ ഇന്ന് ഇവിടെ വരുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ഈ ഗോളടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രിയപ്പെട്ട ഒരു കുട്ടികൾ വന്നിട്ടുണ്ട്. പേരെന്താ? അയാനെ. എത്ര ക്ലാസ് പഠിക്കണേ? 3ാം ക്ലാസ്സിലെ. ഏത് ടീമിൻ്റെ ഫാനാണ് മോൻ? ഫുട്ബോൾ കാണാറുണ്ടോ? ഓക്കെ. ഏത് ടീമിൻ്റെ ഫാനാണ്? അർജന്റീന ഫാൻ. ഇപ്പോൾ ഏതാണ് അർജന്റീന ഫാന്? അല്ല. ഓക്കെ. അർജന്റീനയെ പണ്ടേ ഇഷ്ടമാണ് അല്ലേ? ഓക്കെ. ക്ലാസ്സിൽ ഏതൊക്കെ എല്ലാവരും അർജന്റീന ഫാനാണോ? ബ്രസീലാണോ? എല്ലാവരും റൊണാൾഡോയും ബ്രസീലൊക്കെ ഫാൻസാണ് കേട്ടോ. ഞാൻ അപ്പോഴും ഇപ്പോഴും അർജന്റീന ഫാനാണ്. മോൻ്റെ പേരെന്താ? ഓക്കെ. എത്രയല്ല പഠിക്കണേ? +1 പഠിക്കുന്നത്. ഓക്കെ. ഏത് ടീമിൻ്റെ ഫാനാണ്? അർജന്റീന. ഇപ്പോൾ സ്വന്തം സ്ഥലം എവിടെയാണ്? അഴീക്കല്. ഓക്കെ. ബോട്ട് കിട്ടി അങ്ങ് എത്തണം. ശരി. അവിടെ കൂടുതലും അർജന്റീന ഫാൻസ് ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് അവർ ഗോളി പോസ്റ്റ് കാണുന്നുണ്ടല്ലോ. ദൂരെ ഒരു ഗോളി പോസ്റ്റ് ഉണ്ട്. 2 അവസരം തരും. 2 അവസരത്തിൽ ഒരു ഗോളെങ്കിലും അടിക്കണം. 2ൽ 1 അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ സമ്മാനം തരത്തുള്ളൂ. ഓക്കെ. അപ്പോൾ 2ൽ 1 അടിച്ചു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള സമ്മാനമുണ്ട്. അപ്പോൾ ഗോളി പോസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നേരെ നോക്കുക, അടിക്കുക. ഓക്കെ. 2 ചാൻസ് തരാം. ഈ 2 ചാൻസിൽ ഒരു ഗോൾ അടിക്കണം കേട്ടോ. ഓക്കെ. അർജന്റീനയിലെ നമ്മുടെ മെസ്സി അതുപോലെ തന്നെ ഇവരെല്ലാം ഇഷ്ടപ്പെട്ട താരങ്ങളൊക്കെ മനസ്സിലാലോചിച്ചിട്ട് കൃത്യമായിട്ടൊരു ഗോൾ അടിക്കണം കേട്ടോ. റെഡി? ഞാൻ സമയം തരാം, ആലോചിച്ച് ചെയ്താൽ മതി. 2ൽ 1 അടിച്ച് കഴിഞ്ഞാൽ ഗോൾ. ഓക്കെ. റെഡി? ആദ്യത്തെ ചാൻസ് മെല്ലെ നേരെ അടിച്ചേ. ഇല്ല, ആദ്യത്തെ ചാൻസ് പോയി. ഓക്കെ. ഇനി രണ്ടാമത്തെ ചാൻസിലേക്ക് പോകണേ. അപ്പോൾ ഒരു 2 അവസരത്തിൽ ഒന്നും ആയിട്ടില്ല. ഒരു ഗോളെങ്കിലും മിനിമം അടിക്കണം കേട്ടോ. ഓക്കെ. റെഡി? അടിച്ചോ? ഇല്ല. ഓക്കെ. ഇനി അടുത്ത കൂട്ടുകാരുണ്ടല്ലോ, വന്നേ ആളുടെ കൂടെ വന്ന ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ശരി. അപ്പം മോനും അർജന്റീന ഫാൻ തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ ആൾക്കുള്ള 2 അവസരം ആലോചിക്കണം. മനോഹരമായിട്ടുള്ളൊരു സമ്മാനമാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അർജന്റീന രാജ്യത്തെ പ്രതികരിച്ചിട്ടാണ് കൂട്ടുകാരൻ വരുന്നത്. 2 ചാൻസാണ്. 2 ചാൻസിലെ ആദ്യ അവസരം കേട്ടോ. റെഡി? പ്ലേ. ഇല്ല. ഓക്കെ. ഇതാ ചാൻസ്, 2ാമത്തെ ചാൻസ്. വെരി ഗുഡ്. അപ്പോൾ അത് 2 അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 അവസരത്തിൽ ഒരു ഗോള്, 2 ചാൻസിൽ ഒരു ഗോള് നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കുള്ള ഒരു സ്നേഹ സമ്മാനം ഞങ്ങളിതാ ഇവിടെ വെച്ച് നൽകും. അപ്പോൾ നമ്മുടെ കണ്ണൂർ വിഷൻ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ പുരസ്കാരം 2026 ഇവിടെ വരുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ ഉള്ള 2 അവസരമാണ് ഗോളടിക്കാനുള്ള അവസരം. അപ്പോൾ 2 ഗോളിൽ 1 നേടിയിരിക്കുന്ന നമ്മുടെ പേര് പറ. ആദിൽ. അപ്പോൾ ആദിൽ അഴീക്കലാണ്. അഴീക്കലിൽ ആദിന് ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഹാപ്പിയാണല്ലോ? ഇനി അകത്തേക്കല്ലേ പോണേ, അല്ല പുറത്തേക്കാണോ? അകത്തേക്കാണ് പോകുന്നത്. ശരി. അപ്പോൾ ഇവിടെ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നതാണോ? ഇത്താത്തൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ. അതിൽ താങ്ക് യു സോ മച്ച് കേട്ടോ. ഓക്കെ. താങ്ക് യു. അപ്പോൾ അടുത്തത് ആരുടെ ഫാനാണ്? ഏത് ടീമിൻ്റെ ഫാനാ?
ജർമ്മനി ഫാൻ അല്ലേ? എന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആര് കപ്പ് എടുക്കണം എന്നാണ് ഇനി ആഗ്രഹം? ഇപ്പൊ കളി കണ്ടിട്ട് മിക്കവാറും അർജന്റീന കൊണ്ടുപോകുന്നവരുണ്ട്. അർജന്റീന ചിലപ്പോ കപ്പ് എടുക്കാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ? ഉണ്ട്, കളിയിനകത്ത് തോക്കുന്ന വിചാരിച്ചത്. പക്ഷെ അതില് കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു. തോന്നുന്നു പിന്നത്തെ കളിയിൽ കുറച്ചും കൂടി കളിച്ചത് ഈജിപ്ത് ആണ് കുറച്ചും കൂടി നന്നായിട്ട് കളിച്ചത്. പക്ഷെ ഇപ്രാവശ്യത്തെ കളിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? കളിക്കാരെക്കാൾ കൂടുതൽ ഗോളികളാണ് ഇപ്പോഴത്തെ സ്റ്റാർ എന്ന് പറയുന്നത്. എല്ലാം ഇപ്പോൾ ഓരോ രാജ്യത്തെ ഗോളികൾക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ആരെടുക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒന്നും നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരൊക്കെയാണ് ഭയങ്കരമായിട്ട് കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ശരി, ഓക്കെ. പേരെന്തായിരുന്നു പറഞ്ഞേ? ആലിയ. ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ പുരസ്കാരം എന്താണ് ഏറ്റവും വന്നിരിക്കുന്നത്? ഓക്കെ, ഏത് സ്കൂളിൽ പഠിക്കുന്നത്? കോഴിക്കോട് അല്ലേ? ശരി, ഓക്കെ. അപ്പോൾ നിങ്ങൾക്കുള്ള അവസരമാണ്, 2 അവസരമാണ് ഉള്ളത് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ സ്കൂളുമായി ബന്ധപ്പെട്ട എങ്ങനെ പൊതുവെ സ്പോർട്സുമായി ബന്ധപ്പെട്ടൊക്കെ നന്നായിട്ട് ചെയ്യുന്ന സ്കൂളാണോ? സ്പോർട്സ് അല്ല, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളില്ല, പ്രസന്റേഷൻ അതിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ശരി, ഓക്കെ. അപ്പോൾ 2 അവസരത്തിൽ ആദ്യത്തെ ചാൻസ് ആണ്. ഓക്കെ, അവിടെ നിന്നോളൂ. നേരെ കറക്റ്റ് ആയിട്ട് ഗോൾ പോസ്റ്റ് കണ്ടല്ലോ. ഓക്കെ, 2 അവസരത്തിലെ ആദ്യ ചാൻസ്. ഒരു മിനിമം ഒരു ഗോളും കടിക്കണം. ഓക്കെ, റെഡി? അടിച്ചോ. ഒന്ന് നേരെ അങ്ങനെ പോയിരിക്കുന്നത്. രണ്ടാമത്തെ, ആദ്യത്തെ ഗോളായിട്ടില്ല, രണ്ടാമത്തെ ഒരു ചാൻസ് കൂടി ഉണ്ട് കേട്ടോ. റെഡി, പ്ലേ. ഈ ചാൻസ്, ഈ ഐഡിയ ആരാ പറഞ്ഞു തന്നെ? ഉപ്പയാണ് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത്. പക്ഷെ എന്തായാലും കുടുംബത്തേക്ക് എന്തായാലും ഇമേജിന്റെ ഒരു സമ്മാനം കിട്ടിയല്ലോ അല്ലേ? ഹാപ്പി ആണല്ലോ? ഹാപ്പി. താങ്ക് യു സോ മച്ച് കേട്ടോ. നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലിലെ വിദ്യാഭ്യാസ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്ന ഒരു ടീമാണ്. പേരെന്താണ്? എന്റെ പേര് റിഹാൻ. ഞാൻ തലശ്ശേരി നിന്നാണുള്ളത്. പഠിക്കുകയാണ്. എല്ലാം പഠിച്ചു വെച്ച പോലെ അല്ലേ? എങ്ങനെയാണ്? ഹാപ്പി ആണല്ലോ? ഹാപ്പിയാണ്. ഇപ്പൊ ഒരു പുരസ്കാരമൊക്കെ ഏറ്റുവാങ്ങാൻ വരുമ്പോൾ ഒരു സന്തോഷമില്ലേ? അതിന്റെ ഒരു ആവേശം കൂടി ഉണ്ട്. ശരി, പേരെന്താണ്? പഠിച്ചിട്ട് ആരാവാൻ ആഗ്രഹം? എവിടെ? തലശ്ശേരി തന്നെയാണോ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലാണോ ഇന്ത്യക്ക് വെളിയിലാണോ? അത് എവിടെ കിട്ടുന്ന പോലെ അല്ലേ? ശരി, പേരെന്താണ്? ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ. അഞ്ജന, എന്ത് വിശേഷങ്ങളൊക്കെ പറ. +2 ഉയർന്ന മാർക്കൊക്കെ നേടിയിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഏതാ ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത്? കൊമേഴ്സ് ആണ്. ഏത് സ്കൂളിൽ പഠിക്കുന്നത്? ചേർക്കാപ്പുഴ. ഓക്കെ, ശരി. അപ്പോൾ ഇത്ര പേര് മാത്രമേ വന്നിട്ടുള്ളൂ? അപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പറഞ്ഞില്ലേ? അച്ഛനോട് അമ്മയോടൊന്നും പറഞ്ഞില്ലേ നിങ്ങളും വരണം പുരസ്കാരം ഏറ്റുവാങ്ങുന്ന കാണണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ പോയി അല്ലേ? ശരി, പേരെന്താ? SSLC ആണോ +2 ആണോ? +2 ആണ്. ശരി, അപ്പോൾ രാവിലെ എത്ര മണിക്ക് പുറപ്പെട്ടു അവിടുന്ന്? 9 മണിക്ക് അല്ലേ? ശരി, ഏത് ടീമിന്റെ ഫാനാണ്? ഫുട്ബോൾ ഫ്രാൻസ് ആണ്. ഓക്കെ, അർജന്റീന? ഫ്രാൻസ് ആണ്. പോർച്ചുഗൽ ആയിരുന്നു, ഫ്രാൻസ് ആയി. പോർച്ചുഗൽ ആയിരുന്നു, ഇപ്പൊ തൽക്കാലത്തേക്ക് ഫ്രാൻസ് ആയിട്ടുണ്ട്. ഇനി അഥവാ ഫ്രാൻസും കൂടി മാറുകയാണെങ്കിൽ പിന്നെ ആരുടെ ഫാൻ ആയിരിക്കും? അർജന്റീന ആയിരിക്കും. ന്യൂട്രലായിട്ട് പൊതുവേ കാണും അല്ലേ? ശരി, ഇപ്രാവശ്യം ആര് ഒരു വേൾഡ് കപ്പിൽ മുത്തുവിടും? ഫ്രാൻസ്. അത് എംബാപ്പേനെ ബേസ് ചെയ്തിട്ടുള്ളത് മാത്രമാണോ? എംബാപ്പേനെ ബേസ് ചെയ്തിട്ടില്ല, അവർ അറ്റാക്കിംഗ് കുറച്ച് ബെറ്റർ ആണ്. അവരെ സ്ക്വാഡ് ഡെപ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്രാൻസ് തന്നെ ആയിരിക്കും അല്ലേ? താങ്കൾ CR7 ഫാൻ ആയിരുന്നില്ലേ? അല്ല, ഫ്രാൻസ് തന്നെ നേടും ഇപ്രാവശ്യം. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 അവസരം തരാം. ഒരാൾക്ക് 2 അവസരം തരാം. അതായത് ഒന്നുമില്ല, 2-ൽ 1 ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മാനം തരാം. ഓക്കെ, വാ. എന്തായാലും എംബാപ്പേനൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ. ചേട്ടാ, കുറച്ച് അവിടെ നിന്ന് മാറോ, നമുക്ക് ഗോളി വേണ്ട ഇതിൽ. ഓക്കെ, അപ്പോൾ 2 അവസരമാണ്. 2 അവസരത്തിൽ 1 ഗോൾ അടിച്ചാൽ മാത്രം മതി. റെഡി? ഓക്കെ, ആദ്യ ചാൻസ് ആണ്. ഓക്കെ, ആദ്യ ചാൻസ് ആണ്. റെഡി? ആദ്യത്തെ അവസരം അടിച്ചു. വെരി ഗുഡ്. സിമ്പിൾ. അപ്പോൾ ഇനി 2ാമത്തെ ചാൻസ്. എന്തായാലും നിങ്ങൾക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്, എന്തായാലും ഒരു സമ്മാനമുണ്ട്. ശരി, റെഡി? 2ാമത്തെ ചാൻസ്. വെരി ഗുഡ്. സൂപ്പർ. അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരന് 2 ചാൻസിൽ 2 ഗോളും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കുള്ള ഒരു സ്നേഹ സമ്മാനം ഇപ്പോൾ ഓൺ ദ സ്പോട്ടിൽ ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ പുരസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളൊക്കെ ഉള്ളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനമുണ്ട്. അപ്പോൾ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ യൂട്യൂബ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് എല്ലാം ഒന്ന് ഫോളോ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതിൽ ഒരാൾക്ക് അവസരം തരാം. ഒറ്റൊരാൾക്ക് അവസരം. അത് കുഴപ്പമില്ല. ബൂട്ടിട്ടിട്ട് എനിക്ക് ഫുട്ബോൾ കളിക്കണം. വാ, ഒന്ന് പരിചയപ്പെടാമല്ലോ, ചുമ്മാ ഒന്ന് മത്സരിക്കാം. വാന്നേ, പേടിക്കണ്ട. ശരി, അപ്പോൾ ആൾക്കുള്ള ഒരവസരം കൊടുക്കുകയാണ്. അപ്പോൾ 2 ചാൻസാണ്. സിമ്പിളായിട്ട് ചെയ്താൽ പറ്റുന്ന പോലെ ചെയ്താൽ മതി. 2 ചാൻസിൽ ആദ്യത്തെ അവസരമാണ്. റെഡി? ഉഷാറായിട്ട്. ഫ്രാൻസിൻ്റെ ഒരു ഫാനാണ് കേട്ടോ, അപ്പോൾ ഇങ്ങനെ ഉഷാറില്ലാതെ നിൽക്കരുത്. റെഡി? അപ്പോൾ ആദ്യ ചാൻസിലേക്ക് പോവാണ്. റെഡി? പ്ലേ.
ഇല്ല 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 രണ്ടാമത്തെ ചാൻസ്. 2-ൽ 1 അടിച്ചിരിക്കണം കേട്ടോ. 2-ൽ 1 അടിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മാനം തരാം. നമ്മുടെ ഇമേജ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനമുണ്ട്. അതിനു മുമ്പ് ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് അടിച്ചോ. റെഡി, രണ്ടാമത്തെ ചാൻസ്. ഇല്ല 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 ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും അവാർഡൊക്കെ ഏറ്റുവാങ്ങുക, നന്നായിട്ട് പഠിക്കുക, എല്ലാവിധ ആശംസകളും നേരുക കേട്ടോ. ഓ, അവാർഡ് ആക്കി കൊടുത്തല്ലേ ശരിക്കില്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ, ഇതുപോലെ അവാർഡൊക്കെ വാങ്ങണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ വിദ്യാഭ്യാസ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു ടീമാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെന്താ നമ്മളുടെ? അനാമിക. എവിടെ സ്ഥലം എവിടെയാണ്? ഓക്കെ, മോളാണോ ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്നത്? ആൾക്ക് വേണ്ടിയിട്ടാണോ? ഓക്കെ, +2 ആണോ പഠിക്കുന്നത്? +1. ഓക്കെ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഓക്കെ, ശരി. ക്ലാസ്സൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഹാപ്പിയാണ്? യെസ്. പേരെന്താണ്? അമിൻദേവി. രാവിലെ എന്താ കഴിച്ചത് അമിൻദേവി? പുട്ട്. എത്ര കുറ്റി പുട്ട് കഴിച്ചു? ഒരെണ്ണം മാത്രമേ കഴിച്ചു. ഇന്നൊരു വലിയൊരു ചടങ്ങ് നടക്കാൻ ഒരു 2 കുറ്റി പുട്ട് കഴിച്ചുകൂടായിരുന്നോ? വിശക്കുന്നുണ്ടായിരുന്നില്ല. ശരി ശരി. ഇതൊക്കെ വാങ്ങിച്ച് തിരിച്ച് പോണ സമയത്ത് നല്ലൊരു പിടുത്തം പിടിക്കാൻ അവിടെ നിൽക്കും അല്ലേ? ശരി. സോ സ്ഥലം എവിടെയായിരുന്നു പറഞ്ഞേ? ജയിച്ചൂരാണ് അല്ലേ? ശരി. പേരെന്താണ്? ഓക്കെ. ചേച്ചി ജോലിയൊന്നും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ രാവിലെ എത്ര മണിക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന്? 10 മണിക്ക് ഇറങ്ങി. മക്കൾ നന്നായിട്ട് പഠിക്കും? ഉഷാറാണ്. ഓക്കെ, ശരി. അപ്പോൾ ഒന്നുമില്ല, ഞങ്ങൾ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയൊരു അവസരം മാത്രമാണ്. അപ്പോൾ മോൻ ഫുട്ബോൾ ഇഷ്ടമാണോ? ഏത് ടീമിൻ്റെ ഫാനാണ്? പോർച്ചുഗൽ ഫാനാണ്. ഇനിയിപ്പോൾ ആരായിരിക്കും ചിലപ്പോൾ ഇനി ഒരു മുത്തം വിടാൻ പോകുന്നത്? സാധ്യത ഫ്രാൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. മോൾ ഫുട്ബോൾ കാണാറുണ്ടോ? ഇഷ്ടപ്പെട്ട ടീമുണ്ടോ അങ്ങനെ എന്തെങ്കിലും? ഏതാ ടീം? പോർച്ചുഗൽ. അമ്മ എങ്ങനെ ഫുട്ബോൾ കാണാറുണ്ടോ? ഇടയ്ക്ക് കാണാറുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു ടീം എന്തെങ്കിലും ഉണ്ടോ? അർജന്റീന ആയിരുന്നു. ഇപ്രാവശ്യം അർജന്റീന എടുക്കാൻ സാധ്യതയുണ്ടോ? ആരെ? അമ്മേന്റെ ഡ്രീമാണ് അർജന്റീന എടുക്കണം എന്നുള്ളത് അല്ലേ? ഓക്കെ, ഇപ്രാവശ്യം കൂടി എടുത്താൽ തുടർച്ചയായിട്ട് എടുക്കുന്ന ഒരു ടീമായിട്ട് മാറും അല്ലേ? ശരി. അപ്പോൾ ഒന്നുമില്ല, ഒരു 2 അവസരം ഞാൻ തരാം. 2 അവസരം. മോൻ മത്സരിച്ചാലും മതി. മോൻ കുറച്ച് മുന്നോട്ടേക്കോ, എന്തായാലും പുട്ടൊക്കെ തിന്ന് വരില്ലേ? ശരി. അപ്പോൾ മോൻ്റെ പേരെന്ന് പറഞ്ഞേ? അമൻദേവ്. അപ്പോൾ അമനാണ് ഇതിൽ മത്സരിക്കുന്നത്. അമനെ ഞാൻ 2 അവസരം തരാം. 2 അവസരത്തിൽ മിനിമം 1 ഗോളായി കഴിഞ്ഞാൽ ഞങ്ങളെ ഒരു മനോഹരമായിട്ടുള്ളൊരു സമ്മാനം ഞാൻ തരാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ അമനാണ് ഇതിൽ മത്സരിക്കുന്നത്. 2 അവസരം, 2 അവസരത്തിൽ 1 ചാൻസ് കേട്ടോ. ഒന്നെങ്കിലും ഗോളാക്കണം. ഓക്കെ, റെഡി? ഇതാ ആദ്യത്തെ ചാൻസ് ആണ്. ചെരുപ്പ് അഴിച്ചു നോക്കണം, കഴിച്ചു നോക്കാം. വേണ്ട. ഓക്കെ, റെഡി? ഇത് ഗോൾ പോസ്റ്റ് നേരെ കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിലേക്ക്. ഓക്കെ, നിന്നിട്ട് അടിച്ച മോനെ. ഓടി വരണ്ട, നിന്നിട്ട് അടിച്ചാൽ മതി. ഓക്കെ, ഇതാ അതാണ് ഗോൾ പോസ്റ്റ് കേട്ടോ. അടിച്ചു. ഇല്ല. ഓക്കെ, ഇതാ രണ്ടാമത്തെ ചാൻസ് ആണേ. റെഡി? അടിച്ചു. ഇല്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കാണാം. ഓക്കെ, താങ്ക് യു. ബൈ.